ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നെന്ന കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ആ ചാനലാണിത്. നവ്യ ബ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം ഞാനൊരു 4-5 വർഷം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ചാനലാണ്. ഒരു വാച്ച് അവർ കയറ്റിയത് മാത്രമേ ഞാൻ ചെയ്ത ഒരു തെറ്റുള്ളൂ. യൂട്യൂബ് കോർണറിൻ്റെ കയ്യിൽ നിന്ന് വാച്ച് അവർ കയറ്റി. എനിക്കിപ്പോൾ യൂട്യൂബ് കോർണർ മാത്രമല്ല പറയാനുള്ളത്, എന്നെ പറ്റിച്ച എല്ലാവരെയും എനിക്ക് പറയാനുണ്ട്. ഒന്ന് യൂട്യൂബ് കോർണറാണ്, മറ്റേത് J4 Tech. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജിജോ. അയാളും ഇതേപോലെ എന്നെ പറ്റിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് യൂട്യൂബ് കോർണറോട് മോശമായിട്ടല്ല, എന്താണ് നിങ്ങൾ കയറ്റിയത്, എന്താണ് കയറ്റിയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ് നല്ല എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞ് തള്ളി എന്നെ വിട്ടു. എന്നിട്ട് ഞാൻ യൂട്യൂബ് കോർണറായിട്ട് ഭയങ്കര ഫൈറ്റായിരുന്നു. അങ്ങനെ അയാൾ ബ്ലോക്ക് ചെയ്തു പോയി. പിന്നെ അയാളെ വിളിച്ചാലും കിട്ടൂല, അത് വേറൊരു കാര്യം. അപ്പോൾ J4 Tech എന്ന് പറയുമ്പോൾ അയാൾ ജിജോ എൻ്റെ കയ്യിൽ നിന്ന് 4000 രൂപ മേടിച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ തംബ്നെയിലൊന്നും ശരിയല്ല. നിങ്ങൾക്ക് അയാൾ ഉണ്ടാക്കി തന്ന തംബ്നെയിലാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എൻ്റെ തംബ്നെയിലൊന്നും ശരിയല്ല. ഞാൻ ഉണ്ടാക്കി തരാം, എനിക്ക് 4000 രൂപ തന്നാൽ മതി, വേഗം ചാനൽ ഇൻക്രീസ് ആവുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 4000 രൂപ മേടിച്ചു. എന്നിട്ട് ഇയാളുടെ എന്താ പറയുക, ഈ തമിഴിൽ ഇതെല്ലാം കണ്ടിട്ട് യൂട്യൂബ് കോർണർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ, ചോദിച്ച് ഇങ്ങനെയൊക്കെയാണോ തമ്പനയിൽ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്, വെറുതെ അല്ല നിങ്ങളുടെ ചാനൽ ഇൻക്രീസ് ആവാത്തതെന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ചാനൽ എന്താ കുഴപ്പം, എൻ്റെ ഒരു കുഴപ്പമില്ല. അത് നേരെ ഞാൻ ജിജോനോട് പറഞ്ഞു, ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അയാളോട് ഒന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് ജിജോ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഈ ജിജോയുടെ വർത്തമാനം കേട്ടിട്ട് ഞാൻ അയാളോട് കുറേ തർക്കിച്ചു, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അയാൾ പെട്ടെന്ന് തന്നെ യൂട്യൂബ് കോർണർ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പറ്റിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നിന്നു കൊടുത്തിട്ടാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ എത്ര പേരാണ് ഇങ്ങനെ പറ്റിച്ചിട്ടുള്ളത്. പൈസ മേടിച്ചിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോൾ ഈ തമിഴിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്തിതാ ഉള്ളത്. ഇവൻ പറയുന്ന ഇവൻ്റെ ചാനൽ ഈ തമിഴിലൊക്കെ ഉണ്ടാക്കുന്ന അവൻ തന്നെയാണ്, അതുകൊണ്ട് അവൻ്റെ ചാനൽ ഇങ്ങനെ ഭയങ്കര ഇൻക്രീസ് ആണെന്നാണ് ജിജോ എന്നോട് പറയുന്നത്. പക്ഷെ എനിക്കൊന്നും തോന്നുന്നില്ല. ഈ തമിഴിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഇങ്ങനത്തെയൊക്കെ. ഞാൻ ഓരോ ലോങ് വീഡിയോൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സൂപ്പറാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഓഡിയൻസിനെ നോക്കിയല്ല സംസാരിക്കേണ്ടത്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ യൂട്യൂബ് കോർണറിനോട് പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയായിരിക്കാം, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയും അയാൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ടെക് ചാനലുകൾ കൊടുത്ത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ടെക് ചാനലുകൾ നിങ്ങൾ പെടാതിരിക്കുക. ഈ J4 Tech എന്ന് പറഞ്ഞ ജിജോ വരെ പണം കൊടുത്ത് ഇത് ചെയ്യുന്നതാണ്. അതും അല്ലാണ്ട് ഇയാളുടെ ചാനൽ ഇയാൾക്ക് ഒറ്റയ്ക്കൊരു അല്ല എന്ന് വെച്ചാൽ മറ്റ് ടെക് ചാനലുകൾ എന്താണോ ചെയ്യുന്നത് അത് നോക്കി പഠിച്ചിട്ടാണ് ഇയാളുടെ ഇതിനകത്ത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇയാൾ ഒറ്റയ്ക്ക് കണ്ടന്റ് എടുത്തിട്ട് ചെയ്യുന്നൊന്നുമല്ല. അതിന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, AVS പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഷാജി P ഹബ്രാഗം അയാളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 4000 രൂപ മേടിച്ചു. AVS വഴി ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 4000 രൂപ തിരിച്ചിങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് ഇവൻ എന്നെ ഭയങ്കര ചീത്ത, ഇത്രയും വൃത്തികെട്ട ഒരാളെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു ഭയങ്കര ചീത്ത പറഞ്ഞു. എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്, നന്നായി പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചെന്നോട് പറഞ്ഞു, എന്താ പറയുക, കുറേ ചീത്ത, ഇതേപോലെ ഒരു വൃത്തികെട്ട സാധനത്തിന് ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് പറഞ്ഞിട്ട് നീ മറ്റുള്ളവരോടൊക്കെ പോയി ഇങ്ങനെ പറയുകയാണ്, നിൻ്റെ ചാനൽ ഒരിക്കലും ഗ്രോ ആവില്ല പറഞ്ഞതുപോലെ സംഭവിച്ചു.
എൻ്റെ ചാനൽ ഗ്രോ ആയിട്ടില്ല. ഓരോരുത്തർ എന്താ വെച്ചാൽ വാച്ച് അവർ കയറ്റിയാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങി. ആ ചാനൽ ഇപ്പോൾ കുറച്ചായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാനിങ്ങനെ ജെ4ടെക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയുള്ള ആളുടെ അടുത്ത് നിങ്ങൾ ആരും പോവരുത്. കാരണം പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഇതേപോലെ ആൾക്കാരെ കൺവിൻസ് ചെയ്തിട്ട് ഇങ്ങനെ പറ്റിക്കുക എന്ന് പറഞ്ഞത് വളരെ മോശമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. യൂട്യൂബ് കോണർ ജെ4ടെക് ഇവ 2 പേരെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കിത്രയേ പറയാനുള്ളൂ. താങ്ക് യു.